أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب انصرني بما كذبون. قال عما قليل ليصبحن نادمين. فأخذتهم الصيحة بالحق فجعلناهم غثاء. فبعدا للقوم الظالمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1113 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 39 മുതൽ 41 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب انصرني بما كذبون. قال عما قليل ليصبحن نادمين. فأخذتهم الصيحة بالحق فجعلناهم غثاء. فبعدا للقوم الظالمين. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 39 മുതൽ 41 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലശേഷം അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന, അവരോട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയിരുന്ന പ്രബോധനത്തിനെ കുറിച്ചും അതിൻ്റെ തുടർ നടപടികളെ കുറിച്ചൊക്കെയാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കുകയുണ്ടായി. ആ ഭാഗത്ത് പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആ സമൂഹം അവിടുത്തെ പ്രമാണിമാര് വിശേഷിച്ച് സാധാരണ ജനങ്ങളെ ആ പ്രവാചകനെ പിൻപറ്റുന്നതിൽ നിന്ന് തടയുന്ന വിധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. ഇയാളെ പോലെയുള്ള ഒരു മനുഷ്യനെ, ഒരു സാധാരണ മനുഷ്യനെയാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ നഷ്ടകാരികളായി മാറും. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരണാനന്തരമുള്ള ജീവിതം എന്ന് പറയുന്നത് അത് വളരെ വളരെ വിദൂരമായ ഒരു കാര്യമാണ്. ഒരിക്കലും തന്നെ അത് യാഥാർത്ഥ്യമായി വരികയില്ല എന്ന നിലക്കാണ് അവര് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂതു വനഹിയ. ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ്. മരിക്കുന്നു, ജീവിക്കുന്നു എന്നത് ഇവിടെ അവസാനിക്കുന്ന ഒരു കാര്യമാണ്. വമാ നഹ്നു ബിമബ്ഊസീൻ. നമ്മൾ ഒരിക്കലും തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നില്ല. ഇതാണ് ആ പ്രമാണിമാര് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഹുവ ഇല്ലാ റജുലിൻ ഇഫ്തറ അലല്ലാഹി കദിബ. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കി വന്ന് പറയുന്ന ഒരുത്തൻ മാത്രമാണ് ഇയാള്. വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇവനെ നമ്മളേതായാലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് നാട്ടുകാർക്ക് കൂടി വേണ്ടി ഈ പ്രമാണിമാരൊരു തീരുമാനം നാട്ടുകാരോട് പറയുകയാണ്.
അതൊരു മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. നമ്മളെപ്പോലത്തെ നാട്ടിലെ അധികാരവും സ്വാധീനവും ഒക്കെയുള്ള പ്രമാണിമാര് തീരുമാനിക്കുന്നത് ഇവനെ സ്വീകരിക്കേണ്ട, ഇവനെ അംഗീകരിക്കേണ്ടതില്ല, ഇവനെ വിശ്വസിക്കേണ്ട എന്നൊക്കെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെയും തീരുമാനം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേറെ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഞങ്ങൾ തന്നെയാണല്ലോ എന്നൊക്കെയുള്ള ഒരു ധ്വനിയും സ്വരവും ഒക്കെ അതിലുണ്ട്. ആ വിധത്തിലാണ് നാട്ടുകാരോട് ഈ പ്രമാണിമാര് പറയുകയുണ്ടായത്. അള്ളാഹുവിന്റെ ദൂതന് ചെവി കൊടുക്കാൻ അവരെ അനുവദിക്കാത്ത വിധത്തിലാണ് ഈ പ്രമാണിമാരുടെ ഇടപെടൽ. എല്ലാ കാലഘട്ടത്തിലും വരേണ്യവർഗം, അധികാരം കൈയാളുന്നവര്, നാട്ടിലെ പ്രമാണിമാരൊക്കെ തന്നെ, ഭരണവർഗം ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു നിലപാടും രീതിയും ഇതൊക്കെ തന്നെയാണ്. പ്രവാചകന്മാരെ എല്ലാ കാലഘട്ടങ്ങളിലും ആദ്യമായി തള്ളിക്കളയുന്നതും അവർക്ക് എതിരിൽ രംഗത്ത് വരുന്നതും ഇങ്ങനെയുള്ള ചില താല്പര്യങ്ങൾ കൊണ്ട് നടന്നിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം നഷ്ടപ്പെടും, അവർക്ക് ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാതെ അവര് കൊണ്ടു നടന്നിരുന്ന പല പ്രിവിലേജസും പല പ്രത്യേകമായ അവകാശങ്ങളും അവർക്ക് നഷ്ടപ്പെടും എന്ന ഒരു കണക്കുകൂട്ടൽ തുടക്കം മുതലേ അവർക്ക് അത് സംബന്ധമായിട്ടുണ്ട്. പ്രവാചകൻ പറയുന്ന കാര്യങ്ങള് ജനങ്ങൾ സ്വീകരിക്കാൻ ഇടയാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പരിണിതിയായിട്ട് തങ്ങൾക്ക് ഈ പ്രിവിലേജസ് ഒക്കെ നഷ്ടപ്പെടുക എന്നത് അവര് കണക്കുകൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടം ജനങ്ങൾക്കാണ് എന്ന വിധത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഞങ്ങളെ പോലെയുള്ള പ്രമുഖരും യോഗ്യരുമായ ആളുകള് കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ഭാഗ്യാണ്. അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം എന്ന നിലക്കാണ് ഈ അധികാരി വർഗം അത് അവതരിപ്പിക്കുക. അതാണ് പൊതുവെയുള്ള സ്വഭാവം. എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. ഈ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ മക്കയില് ഇതേ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ പ്രമാണിമാരുണ്ട്. അവിടെയുള്ള പ്രമുഖരായ ആളുകള് സാധാരണ ജനങ്ങൾ അള്ളാഹുവിന്റെ ദൂതനെ പിൻപറ്റാൻ മാനസികമായി തയ്യാറെടുക്കുമ്പോൾ അവരെ തടയുന്ന വിധത്തില്, അവരെ വിരട്ടുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തില് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് പൂർവിക സമൂഹങ്ങളുടെ ഇത്തരം അനുഭവങ്ങളെ കുറിച്ച് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത്. ഇത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തിന്റെ കാര്യം, ആദ് സമൂഹത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് അലൈഹി ഇസ്ലാം ആണ് ഇവിടെ ഈ വിവരണത്തിൽ വരുന്ന കേന്ദ്രബിന്ദുവായ കഥാപാത്രം എന്ന് കാണാൻ സാധിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ തിരിച്ചടിയും പ്രതിസന്ധികളും ഒക്കെ ശക്തമായി നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തില് ഹൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് സഹായാഭ്യർത്ഥന നടത്തുകയാണ്. ഈ കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. കാല അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം പറഞ്ഞു, റബ്ബിൻസുർനി ബിമാ കസ്സബൂൻ, പടച്ച തമ്പുരാനെ നീ എന്നെ സഹായിക്കണമേ. അവരെന്നെ നിഷേധിച്ചു കളഞ്ഞു, എന്നെ തള്ളിക്കളഞ്ഞു എന്ന കാരണത്താൽ ഇനി എനിക്ക് വേറെ പോംവഴിയൊന്നുമില്ല, നിന്റെ സഹായമല്ലാത്ത വേറെ പോംവഴിയൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് നീ നൽകണമേ എന്നാണ് ഹൂദ് അലൈഹിസ്സലാം പറയുന്നത്. റബ്ബിൻസുർനി ബിമാ കസ്സബൂൻ, എന്റെ നാഥ നീ എന്നെ സഹായിക്കണമേ. അവരെന്നെ കളവാക്കിയതിനാൽ, അവരെന്നെ തള്ളിക്കളഞ്ഞതിനാൽ, എന്നെ നിഷേധിച്ചതിനാൽ നീ എന്നെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകമായ ഇടപെടലുകൾ നടത്തണമേ എന്നാണ് ആവശ്യപ്പെടുന്നത്. കാല, അള്ളാഹു നൽകിയ മറുപടി ഇങ്ങനെയാണ്. അമ്മ ഖലീലിൻ, വളരെ ഒരു അല്പസമയം കഴിഞ്ഞ് പിന്നിട്ട് അള്ളാഹു നൽകിയ മറുപടി ഇതാണ്. ല യുസ്ബിഹുന്ന നാദിമീൻ,
വൈകാതെ തന്നെ അവരൊക്കെയും തന്നെ ഖേദിക്കുന്നവരായി മാറും എന്നാണ് അള്ളാഹു ഹൂദ് അലൈഹിസ്സലാമിനെ അറിയിക്കുന്നത്. ലയുസ്ബിഹുന്ന നാദിമീൻ, അവരുടെ ഈ ധിക്കാരം, ഈ സത്യനിഷേധം, സത്യമാർഗത്തിലേക്ക് ആളുകൾ വരുന്നതിന് തടഞ്ഞു നിർത്തുന്ന വിധത്തിലുള്ള അവരുടെ ഈ പെരുമാറ്റവും പ്രവർത്തനങ്ങളും, ഇതൊക്കെ തന്നെ കാരണമായി അവര് അങ്ങേയറ്റത്തെ ഖേദമുള്ളവരായിട്ട് മാറേണ്ടി വരും. അവരൊക്കെയും തന്നെ ഖേദിക്കേണ്ടി വരും ഒട്ടും വൈകാതെ തന്നെ. കാല അമ്മ ഖലീലിൻ, അമ്മ ഖലീലിൻ എന്ന് പറഞ്ഞാൽ അല്പം കഴിഞ്ഞ്, അത് ഒന്നുകിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ മറുപടി അല്പം കഴിഞ്ഞ് എന്നുള്ള നിലക്കും മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവർ ഖേദിക്കേണ്ടി വരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഒട്ടും വൈകാതെ വളരെ ഉടനെയായി തന്നെ അവര് ഖേദിക്കുന്നവരായി മാറും, അവര് ഖേദിക്കേണ്ടി വരും എന്ന നിലക്ക് വായിക്കുന്നതും സാധ്യതയുള്ളതാണ് ഭാഷാപരമായി. അപ്പൊ കാല അമ്മ ഖലീലില്ല യുസ്ബിഹുന്ന നാദിമീൻ, അവര് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിലൊക്കെ ഖേദിക്കേണ്ടി വരുന്ന ഒരു സമയം വരാനിരിക്കുന്നു. അവരുടെ കാര്യത്തില് ഈ ധിക്കാരവും അഹങ്കാരവും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ ചെയ്തുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവരിതിന്റെ ഒക്കെ പേരിൽ വിലപിക്കേണ്ടി വരുന്ന സമയം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് അള്ളാഹു ഹൂദ് അലൈഹി ഇസ്ലാമിനെ അറിയിക്കുന്നത്. അതിനെ തുടർന്ന് സ്വൈഹത്ത്, അവരെ ഒരു ആർത്തനാദം പിടികൂടി. സാഹ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് കരഞ്ഞു എന്നൊക്കെയാണ്. സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദം, ആർത്തനാദം, അത്യുച്ചത്തിലുള്ള വിളിച്ചു കരയൽ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പോ സ്വൈഹത്ത്, അവരെ ഒരു ഘോര ശബ്ദം അല്ലെങ്കിൽ ഒരു ആർത്തനാദം പിടികൂടി. എന്തോ ഒരു അവരുടെ കാതുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള അതിഭീകരമായൊരു ശബ്ദം കേട്ടതേ ഉള്ളൂ. അതോടെ തീർന്നു. ഇതായിരുന്നു അള്ളാഹു അവർക്കെതിരിലെടുത്ത നടപടി. സത്യമായിട്ടും അവര് ഒരു ആർത്തനാദം അല്ലെങ്കിൽ ഒരു ഘോര ശബ്ദം കേൾക്കാനിടയായി. അതോടെ നാം അവരെ ആക്കി മാറ്റി, ചവറുകളായി നാം അവരെ എറിഞ്ഞു കളഞ്ഞു. നമ്മള് കൺമുന്നിൽ കണ്ട ചില ചിത്രങ്ങളാണിത്. ഈ പിന്നിട്ട നാളുകളിലും വയനാട്ടിൽ ഉണ്ടായ കാഴ്ച. ഒരു സമൂഹം പൂർണ്ണമായിട്ട് ആയിട്ട് ചപ്പു ചവറുകൾ പോലെയായി മാറുകയാണ് ഒരൊറ്റ നടപടിയോടുകൂടി. അത് പ്രകൃതിക്ഷോഭം ഏതോ വിധത്തില് ഏൽപ്പിക്കപ്പെടുമ്പോ ഒരു സമൂഹത്തിനുണ്ടാകുന്ന ഒരു മാറ്റാണ്. അതായത് ഒരുപാട് പ്രയത്നമൊന്നും അതിന് ആവശ്യമില്ല. വളരെ നിസ്സാരമായ ഒരു നടപടി, വളരെ ഞൊടിയിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ജീവൻ അറ്റു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണ്. അത് വെള്ളത്തിലൊഴുകി മറ്റൊരിടത്തേക്കൊക്കെ നീങ്ങി പോവുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോ ആയിട്ട് ഒഴുക്കുവെള്ളത്തില് അങ്ങനെ ഒഴുകി പോകുന്ന ചപ്പുചവറുകൾ പോലെ അവരായി മാറി എന്നാണ് അള്ളാഹുവിടെ ആദ്യ സമൂഹത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊരു വല്ലാത്തൊരു ഘോര ശബ്ദമായിരുന്നു അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. വല്ലാത്തൊരു ശബ്ദം അവരെ പിടികൂടുകയുണ്ടായി. അപ്പൊ ജഅൽനാഹും അതോടെ അങ്ങനെ നാം അവരെ ചപ്പുചവറുകൾ പോലെ ആക്കി മാറ്റി. വെള്ളത്തില് ഒഴുകിപ്പോകുന്ന അവശിഷ്ടങ്ങളായിട്ടുള്ള സംഗതികൾ, ചപ്പുചവറുകളൊക്കെ തന്നെ. ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ധിക്കാരികളുടെ ഈ സമൂഹം അങ്ങനെ അതിവിദൂരമായി അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്നും അവരുടെ മികവും അവരുടെ അഹന്തയും ഒക്കെ കാണിക്കാൻ പറ്റിയിരുന്ന
ആ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ ആയിട്ട് എടുത്തെറിയപ്പെട്ടു. അതിൽ നിന്നൊക്കെ വളരെ വിദൂരസ്ഥമായി അവർ മാറി. അവർ പിന്നെ ലൈം ലൈറ്റിലില്ല. കാര്യങ്ങളുടെ ഫോക്കസിൽ പിന്നെ അവർക്ക് ഇടമില്ല. അവർക്ക് നേരത്തെ അവർ കാണിച്ചിരുന്ന മനസ്ഥിതിയും നിലപാടും ഒക്കെ കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കരുത്തോ ശക്തിയോ ഒന്നുമില്ല. എടുത്ത് ദൂരേക്ക് എറിയപ്പെട്ടു. അതാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന പരിണിതി. അപ്പൊ കാല അമ്മ ഖലീലിൻ ലയുസ്ബിഹുന്ന നാദിമീൻ. ലയുസ്ബിഹുന്ന നാദിമീൻ എന്നതില് അവര് ഖേദിക്കുന്നവരാകേണ്ടി വരും എന്നതാണ് ആ പദത്തിന്റെ സൂചനയെങ്കിലും അത് സംഭവിക്കുന്നത് മിക്കവാറും ഈ അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രഭാതം ആവുന്നതിന് മുമ്പുള്ള സമയത്താണ്. പല ദൈവിക നടപടികളും ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് നേരം പുലരുന്നതിന് മുമ്പാണ്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച സംഭവങ്ങൾ ഖുർആനിൽ പരാമർശിക്കുന്നിടത്തും നമുക്ക് അങ്ങനെ ഒരു സൂചന കാണാൻ സാധിക്കും. പല സമൂഹങ്ങളുടെ മേലും അള്ളാഹു സ്വീകരിച്ച നടപടികൾ ഇങ്ങനെ ഈ അർദ്ധരാത്രിക്ക് ശേഷം ജനങ്ങൾ വളരെ ഗാഠനിദ്രയിലേക്ക് കണ്ടുപോകുന്ന ആ ഒരു സമയത്താണ് ദൈവിക നടപടി മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോ അവർ ഖേദിക്കുന്നവരായി യുസ്ബിഹുന്ന അസ്ബഹ എന്നതിന്റെ വേറൊരു രൂപമാണത്. സ്വബാഹ് എന്ന റൂട്ട് വേർഡ് എന്നാണ് ഈ പ്രയോഗം വരുന്നത്. പ്രഭാതം എന്ന ഒരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ യുസ്ബിഹുന്ന നാദിമീൻ, അവർ ഖേദിക്കുന്നവരായി വിലപിക്കുന്നവരായി മാറുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഹൂദ് അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായത്. അവരുടെ നിഷേധവും ധിക്കാരവും ഒക്കെ കാരണമായിട്ട്. അതിനെ തുടർന്നുണ്ടായത് അള്ളാഹു വളരെ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയുകയാണ്. അവരെ ഒരു ആർത്തനാദം പിടികൂടി. അത് എല്ലാ പ്രകൃതി ദുരന്തങ്ങളുടെയും പ്രകൃതിക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് അങ്ങനെ ഒരു ശബ്ദം, ഒരു മുഴക്കം, അല്ലെങ്കിൽ ഇടിനാദം, ഒരു മേഘഗർജനം ഒക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെതായതുപോലെയുള്ള വളരെ സ്കേറിയായ ഒരു ശബ്ദം കേൾക്കാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട്. വളരെ കൃത്യമായിട്ടും തികച്ചും സത്യമായ ഒരു ഘോര ശബ്ദം, അത് വളരെ യാഥാർത്ഥ്യമായിരുന്നു. എല്ലാവർക്കും അനുഭവിക്കാൻ കഴിഞ്ഞ, കേൾക്കാൻ കഴിഞ്ഞ ഒരു സ്വൈഹത്ത്. അത് അവരെ പിടികൂടി എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ നടപടി ഉണ്ടാവുന്നത് അതിഭയങ്കരമായ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ്. അത് ഇടിനാദമോ മേഘഗർജനമോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആവാം, അല്ലെങ്കിൽ ഭൂമി പിളരുന്നത് പോലെയുള്ളതോ ഉരുൾപൊട്ടൽ പോലെയുള്ളതൊക്കെയുള്ള സംഭവങ്ങളാവാം. എന്തായാലും ഫജഅൽനാഹും അതിന്റെ പരിണിതി ഇതാണ്. അവരെല്ലാവരും തന്നെ കപ്പുചവറുകളെ പോലെ ആയിപ്പോയി. നാം അവരെ അങ്ങനെ കപ്പുചവറുകളെ പോലെ ആക്കി മാറ്റി. ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ, പോട്ടെ, വിദൂരതയിലേക്ക് അകന്നകന്ന് പോട്ടെ ഈ അക്രമികൾ എന്ന് പറയുന്ന വിധത്തിലാണ് ഈ അവസാനത്തെ എക്സ്പ്രഷൻ നൽകുന്ന സൂചന. ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ, വിദൂരതയിൽ, ദൂരെ അകന്ന്, ഇവിടെ ഈ പരിസരത്തെങ്ങും വേണ്ട എന്നുള്ള നിലക്കാണ് ആ പ്രയോഗം. നാട്ടില് എല്ലാറ്റിനും സ്വാധീനവും സൗകര്യവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരെ കഴിച്ചേ ബാക്കി ആരെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ അവർ ഈ പരിസരത്തൊന്നും എങ്ങും കണ്ടുപോകരുത് എന്ന വിധത്തില് അവരെ അള്ളാഹു അങ്ങ് തൂത്തെറിഞ്ഞിരിക്കുകയാണ്. പോട്ടെ വിദൂരതയിലേക്ക്, ഇവിടെ എങ്ങും അവരുടെ ഒരു തരിമ്പും വേണ്ട എന്നുള്ള നിലക്കാണ്. ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അള്ളാഹുവിന്റെ നടപടി ഈ വിധത്തില് ഇങ്ങനെ ഒരു പ്രവാചകനോട് അവർ കാണിച്ച ധിക്കാരത്തിന്റെ ഫലമായിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇത്തരം
പല സമൂഹങ്ങളുടെയും കാര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുന്നതിനെ കുറിച്ച്. അപ്പോ മനുഷ്യര് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ധിക്കാരം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ധാർഷ്ട്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നടപടികൾ ഈ വിധത്തിലുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നേരിട്ട പ്രതിസന്ധികൾ തന്നെ മനുഷ്യ സമൂഹത്തിന് എക്കാലത്തേക്കും ഒരു പാഠമായിട്ട് മതിയായതായിരുന്നു. ആ ഒരു പ്രളയം ഉണ്ടാവാൻ കാരണമായ പശ്ചാത്തലവും സാഹചര്യവും ആളുകളുടെ നിലപാടുകളും ഒക്കെ തന്നെ പിൻതലമുറകൾക്ക് ഏറ്റവും മതിയായ ഒരു പാഠമായിരുന്നു എന്നതാണ് വസ്തുത. പക്ഷെ ആ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്താൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ പിന്മുറക്കാര്, അവരെ അള്ളാഹു മാർഗദർശനം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദൂതനെ നിയോഗിച്ച് അയച്ചപ്പോ ഉള്ള സാഹചര്യവും അവസ്ഥയുമാണ് നമ്മളിവിടെ കാണുകയുണ്ടായത്. മനുഷ്യൻ വളരെ വിരളമായിട്ട് മാത്രമേ അവന്റെ ഗതകാല അനുഭവങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നുള്ളൂ എന്നതാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഓരോരുത്തർക്കും ദൈവിക നടപടിയുടെ അല്ലെങ്കിൽ ദൈവിക ശിക്ഷയുടെ കാഠിന്യം രുചിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ ബോധ്യപ്പെടൂ എന്ന ഒരു അവസ്ഥയാണ് മനുഷ്യരുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നിട്ട കാലങ്ങളില് മനുഷ്യർ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ആണ് ഖുർആൻ ആവശ്യപ്പെടുന്ന, നിർദ്ദേശിക്കുന്ന കാര്യം. പക്ഷെ അപൂർവമായിട്ട് മാത്രമേ മനുഷ്യർ അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുള്ളൂ എന്നതാണ് വസ്തുത. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് മറ്റൊരു സമൂഹത്തിന്റെ കാര്യമാണ് ഇനി അടുത്ത ആയത്ത് മുതൽ പറഞ്ഞു തുടങ്ങുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.